ഓണസദ്യയുടെ 6ാമത്തെ ഡിഷാണ് ഉണ്ടാക്കുന്നത്. ഒരു ക്യാരറ്റ് മെഴുക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ക്യാരറ്റും സവാളയും എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളിയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. ഞാൻ പിന്നെ സവാളയാണ് എടുത്തത്. പിന്നെ പച്ചമുളകും പിന്നെ അതിന് ശേഷം തേങ്ങയും. ഇത്രയേ ഉള്ളൂ. ഈസിയായ മെത്തേഡാണ്. വേഗം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്കെന്നും ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പറഞ്ഞല്ലോ. എന്നിട്ട് നമ്മൾ ചട്ടി വെക്കുക. ചട്ടി വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക. ഒരു 2 സ്പൂണ് ഓയിൽ ഒഴിക്കുക. 2 സ്പൂൺ ഓയിലെന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരളവുണ്ടല്ലോ. അപ്പോൾ 2 സ്പൂണും ഓയിൽ നമ്മൾ ഒഴിക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇടാം. പിന്നെ നമ്മൾ സവാള ഇടുക. സവാള കുറച്ച് കൂടുതലായിപ്പോയി. വലിയ സവാളയായിരുന്നു. അപ്പോൾ അത്രയും വേണ്ട. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചേ എടുത്തോളൂ. അപ്പോൾ സവാളയൊന്ന് ചൂടായിക്കോട്ടെ. സവാളയൊന്നും ചൂടായതിന് ശേഷം ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ കുറച്ച് ഉപ്പിട്ട് അതിൽ പച്ചമുളകും കൂടെ ഇടുക. പച്ചമുളകും ഇട്ട് ഒന്ന് സ്ലൈറ്റായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഉടനെ തന്നെ നമുക്ക് ക്യാരറ്റും ഇതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. വലിയ തീയാണ്. അപ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം ഈ ക്യാരറ്റ് ഇതിനകത്ത് ഇടുക. ക്യാരറ്റ് ഇട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ തേങ്ങയും കരിവേപ്പിലയും കൂടെ ചേർത്താൽ മതി. ഈസിയാണ്. അപ്പം ഓണത്തിന് വേണ്ടിയിട്ടും കൂടി ഉള്ള ഒരു ഡിഷാണ് ഇന്ന് ഞാനിത് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഇതൊരു ഹെൽത്തി ഫുഡും കൂടി ആണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇത് എന്നിട്ട് ഒന്ന് വേവട്ടെ. ഒന്ന് അടച്ചു കൊടുക്കാം. കുറച്ച് നേരത്തേക്ക് ഒരു 2-3 സെക്കൻഡ് നേരം ഒന്ന് നമുക്ക് അത് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുക്കുമ്പോൾ അത് വേഗം തന്നെ അത് വേകുകയും ചെയ്യും. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഏകദേശം ഇതൊന്ന് വെന്തിട്ടുണ്ട്. ഇത് അടച്ചാണ് വെച്ചത്. അപ്പം അടച്ച് വെച്ച് പിന്നെ പെട്ടെന്ന് അത് അടപ്പെടുത്ത് മാറ്റി അതിന് ശേഷം നമ്മളൊന്ന് നോക്കി ഉപ്പുണ്ടോ എരിയുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് നോക്കുക. എല്ലാ പച്ചക്കറികളും നമ്മൾ ആക്കുമ്പോഴും ഒന്ന് നോക്കണം. ഉപ്പൊക്കെ ഉണ്ട്. നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് മതി. ഒരുപാടങ്ങ് കുഴന്നായി പോകണ്ട. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് തേങ്ങ ഇടാം. ഒരു അരമുറി തേങ്ങ. ഇതിൽ കുറവാണ്. അപ്പം അത്രയും വേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് വേണ്ടുന്ന തേങ്ങ ഇട്ടാൽ മതി. അപ്പം ഈ തേങ്ങയിലൊന്ന് കുറച്ച് നേരം ഒന്ന് ഒരു മിനിറ്റ് കിടന്നോട്ടെ. കൂടുതൽ കിടക്കണ്ട. അപ്പോൾ തേങ്ങയിലൊന്ന് അതിൻ്റെ ടേസ്റ്റ് തേങ്ങയിലൂടെ ഒന്ന് പിടിക്കും. അത്രയേ ഉള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് അടയ്ക്കാം. അടച്ചു കഴിഞ്ഞാൽ ക്യാരറ്റ് മെഴുക്ക് എന്തായാലും റെഡിയായി കഴിഞ്ഞു, സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഇറക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ ഇച്ചിരി ഒരു ഭംഗിക്ക് കുറച്ച് 2 അതൾ കരിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി. അതിന് ശേഷം തീ ഒന്ന് കുറയ്ക്കാം. തീ ഒന്ന് ഓഫ് ചെയ്തേക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചൂടിൽ ഒന്നും കൂടി അത് ഇതായി വരും. എന്നിട്ട് നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കണം. അത്രയേ ഉള്ളൂ. പാത്രത്തിലേക്ക് മാറ്റി എടുക്കുക. ക്യാരറ്റ് മെഴുക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് ഇത്. നല്ല കാണാനും നല്ല ഭംഗിയാണ്, ഹെൽത്തിയുമാണ്.